Hello everyone, welcome back. This is Niranjana here from Leo Tales. So if you're new to my channel, ഒരുപാട് ഫാഷൻ ആൻഡ് ബ്യൂട്ടി കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണിത്, പ്രൈമർലി ഇൻ മലയാളം. വളരെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പിനെ കുറിച്ച്, ലൈക്ക് ഹൗ ടു ചൂസ് എ ഫൗണ്ടേഷൻ, വാട്ട്സ് യുവർ സ്കിൻ അണ്ടർ ടോൺ, ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൈമർ, വെൻ ടു യൂസ് എ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് തൊട്ട് സ്കിൻ കെയർ റുട്ടീൻസ്, മേക്കപ്പ് റുട്ടീൻസ് ഫോർ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇൻ ദ ബ്യൂട്ടി കാറ്റഗറി ആൻഡ് എ ട്രക്ക് ലോഡ് ഓഫ് ഫാഷൻ കണ്ടന്റ് ഓൾസോ, ബാഗ്സ്, ഫുഡ് വെയർസ്, സാരികൾ, കുർത്ത സെറ്റ്സ്, ഡെയിലി വെയർ ജ്വല്ലറി, അങ്ങനെ എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സും ഒരുപാട് റുട്ടീൻസും ഒക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത്. സോ ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ടു മീ ഇഫ് യു ക്യാൻ ജസ്റ്റ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ഐ ക്യാൻ പ്രോമിസ് ദാറ്റ് യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് മോസ്റ്റ്ലി എല്ലാ ടൈപ്പ് സ്കിന്നിനും ഉപയോഗിക്കാവുന്ന പ്രോഡക്ട്സ് ആണ്. ഐ വിൽ ഓൾസോ എക്സ്പ്ലെയിൻ വൈ you must add each of these products into your routine. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം നോക്കുക. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഡു യു റിയലി നീഡ് ദിസ് പ്രോഡക്റ്റ്? ഡു യു ഹാവ് സംതിങ് എൽസ് ദാറ്റ് ഇസ് ഓൾറെഡി ഇൻ യുവർ റുട്ടീൻ വിച്ച് ക്യാൻ ബി റീപ്ലേസ്മെന്റ്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിന്ന് പറയും. അതോടൊപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പുതിയ ബ്രാൻഡ്സും കുറച്ച് പുതിയ പ്രോഡക്ട്സും ഒക്കെയാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് യു ഗോണ ലവ് ദിസ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റീനി എന്നുള്ള ബ്രാൻഡിൻ്റെ സൂപ്പർ ഗ്ലോ ക്ലെൻസിങ് പൗഡർ. ഇതിനകത്ത് അക്കായ് ബെറി, മൾബറി എക്സ്ട്രാക്ട്സ്, വൈറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അപ്പം ശരിക്കും നമ്മുടെ പണ്ടത്തെ പൗഡർ ടിന്നുകളില്ലേ, അതുപോലെയാണ് 25 grams ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ 25 gram കേൾക്കുമ്പോൾ അയ്യോ ഭയങ്കര കുറവാണോ എന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട. ഇതിപ്പം ഈ ലിക്വിഡ് ഫേസ് വാഷുകൾ 100 ml എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുതലും ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് വരിക. ഇതെന്ന് പറഞ്ഞാൽ പൗഡേർഡ് ഫോമിലായതുകൊണ്ട് ഇത് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഒട്ടും വെയിറ്റ് ഇല്ല. തട്ടി ഇങ്ങനെ പൗഡർ പോലെ കയ്യിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എക്സ്ഫോളിയേറ്റിംഗ് ടോണർ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നേരെ അങ്ങ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ലാദർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് തരുന്ന പ്രോഡക്റ്റ് അല്ല യൂഷ്വലി ക്ലെൻസിങ് പൗഡേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് സ്കിൻ നല്ല ക്ലീൻ ആകും. ബട്ട് ആ ലാദർ, ആ വെള്ളം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കത്തില്ല. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താലും ഇങ്ങനെ പതിഞ്ഞ് വരാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. പക്ഷേ അതൊരു പ്രോബ്ലമേ അല്ല. പല ആൾക്കാർക്കും ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു മെസ് ഫ്രീ ആപ്ലിക്കേഷനായിട്ട് പലരും കരുതും. ആൻഡ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കിൻ ഇങ്ങനെ പെട്ടെന്ന് സോഫ്റ്റ് ആയതുപോലെ തോന്നി. അതായത് ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞ് ഒരു സ്മൂത്ത് ആയതുപോലെ ടച്ച് ചെയ്തപ്പോൾ തന്നെ ഐ കുഡ് സെൻസ് ദ സ്മൂത്ത്നെസ് ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. അപ്പോൾ കഴുകി കഴിഞ്ഞാൽ മുമ്പൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. യു വിൽ റിയലി ലവ് ദ ഫീലിംഗ്. എൻ്റെ ഒരു ഫേവറേറ്റ് മോർണിംഗ് ടൈം ഫേസ് ക്ലെൻസർ തന്നെയാണിത്. രണ്ടാമത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അക്വലോജിക്കയുടെ ജെൻറ്റിൽ മെൽറ്റ് എക്സ്ഫോളിയേറ്റർ. ഇതെന്ന് വെച്ചാൽ ഒരു ടൊമാറ്റോയും അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡും അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ്. ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട്. ഇതൊരു ലോഷൻ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ജസ്റ്റ് കുറച്ച് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇതൊരു ഫിസിക്കൽ എക്സ്ഫോളിയേറ്റർ അല്ല, ഇത് ആക്ച്വലി ഒരു കെമിക്കൽ എക്സ്ഫോളിയേറ്റർ ആണ്. കാരണം തൊടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ വൺ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പൊടിപൊടിയായിട്ട് കാണുന്ന ആക്ച്വലി നമ്മുടെ ഡ്രൈ സ്കിൻ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ബീങ് ആൻ AHA, ആൻറ്റി ഏജിങ് ആണ്. അതുപോലെ സ്കിൻ മോയ്സ്ചറൈസിങ് ആണ്. ഒരു പിഗ്മെൻറ്റേഷൻ കുറയാനും ആക്നെ സ്കാർസ് ഉണ്ടെങ്കിൽ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് AHA എന്ന് പറയുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ബിക്കോസ് സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആകും, സ്മൂത്ത് ആകും ആൻഡ് ഡീറ്റാൻ ഇഫക്റ്റ് നമുക്ക് കാണാനും പറ്റും. ഐ റിയലി ലൈക്ക് ഇറ്റ്. നൗ ഇനി നിങ്ങൾക്കൊരു ലിക്വിഡ് ലൈക്ക് ഒരു പ്രോഡക്റ്റ് വേണം വിത്ത് സെയിം പർപ്പസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ടോണർ. ഇത് 7% AHA ഉള്ള അതുപോലെ നിയാസിനമൈഡും കോംബൂച്ചയും ഉള്ള ഒരു ടോണറാണ് കെമിസ്റ്റഡ് പ്ലേ എന്നുള്ള ബ്രാൻഡിൻ്റെ. ഇത് ശരിക്കും ലിക്വിഡ് ഫോമിലാണുള്ളത്. ഇതിനകത്ത് ഇത് പാരബൻ ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, വിച്ച് ഇസ് ഗ്രേറ്റ്. 150 ml പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇത് നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിക്സിയുടെ ഒക്കെ ടോണർ ഉപയോഗിക്കുന്ന പോലെ തന്നെ AHAയുടെ ബെനിഫിറ്റ്സ് എല്ലാം തന്നെയുണ്ട്. അതിനോടൊപ്പം ഓയിൽ പ്രൊഡക്ഷൻ കുറയും, നിയാസിനമൈഡ് ഉള്ളതുകൊണ്ട് സ്കിൻ ബ്രൈറ്റനിങ് ആണ്. ജസ്റ്റ് ഒരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് മുഖവും നെക്കും ഒക്കെ നമുക്കിത് വെച്ച് വൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നേരത്തെ കാണിച്ച അക്വലോജിക്കയുടെ ആ എക്സ്ഫോളിയേറ്ററും ഇതും എല്ലാം കൂടെ ഒന്നിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം രണ്ടിലും AHA ആണുള്ളത്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ രണ്ടും റുട്ടീനിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ മറ്റേ ഇങ്ങനെ തൊട്ട് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അക്വലോജിക്കയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ആ പൊടിയായിട്ടൊക്കെ കാണുന്നത് ചിലപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്കിപ്പം നെക്കിൻ്റെ സൈഡ്, അതുപോലെ കൈമുട്ട്, കാൽമുട്ട്, അങ്ങനത്തെ ഒരു ഡാർക്കണിങ് ഒക്കെയുള്ള സ്പോട്സിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടോണർ കരുതാം. ഫേസിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെയും ബോഡിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നല്ല ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനത്തെ ടോണർ നിങ്ങൾ തീർച്ചയായിട്ടും കരുതുക. ഒരു ബംപി സ്കിന്നൊക്കെ മാറാനും സ്കിൻ സ്മൂത്ത് ആവാനും ഒക്കെ നല്ലതാണ്. ഫേസിനും ബോഡിക്കും യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് കെമിസ്റ്റഡ് പ്ലേയുടെ നല്ലൊരു പ്രോഡക്റ്റുമാണിത്. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് നിങ്ങളുടെ നല്ല ചിരിക്ക് വേണ്ടി ക്വെഞ്ചിൻ്റെ ലിപ്പ് ഓയിൽ. ഇത് 2 ലിപ്പ് ഓയിൽസ് ഉണ്ട് അവർക്ക്. ഒന്ന്
ബ്രൈറ്റനിങ് ആണ്. അപ്പോൾ ഞാനിവിടെ പിക്ക് ചെയ്തിരിക്കുന്ന ബ്രൈറ്റനിങ് ആണ്. യൂസു എന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസു, ലെമൺ, പിന്നെ ബ്ലൂബെറി, ഓറഞ്ച് പീൽ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെക്സ്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ. എനിക്കാണെങ്കിൽ ഭയങ്കര ഡ്രൈ ലിപ്സാണ്. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ പകലൊക്കെ ചുമ്മാ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ലിപ്പ് ഓയിലാണ്. വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഒരു 4-5 hours എനിക്ക് ലിപ്പിൽ ആ ഒരു ടെക്സ്ചർ കിട്ടും. ഞാൻ അതിനിടയിൽ ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഓവർ ടൈം ഇത് ബ്രൈറ്റ് ആക്കും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 6-7 days ആയി. എന്തായാലും ഇത് തീർത്തതിന് ശേഷം ഞാൻ പറയാം. ബട്ട് ഈവൻ അതർവൈസ് ബ്രൈറ്റനിങ് ഒരു ഭയങ്കര ഒരു കാര്യം അല്ലെങ്കിൽ പോലും ലിപ്പ് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും പ്രെപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല ഇൻഗ്രീഡിയൻസുമാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ല ലിപ്പ് ഓയിലാണ്. പിന്നെ ഞാൻ ട്രൈ ചെയ്ത അക്വലോജിക്കയുടെ തന്നെ ക്ലെൻസിങ് ബാമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ആ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോയിൽ, ലിപ്സ്റ്റിക്കല്ല ലിപ്പ് പിഗ്മെൻറ്റേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ലിപ്പ് ഓയിൽ ഞാൻ അവിടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകം പറഞ്ഞു, നമ്മൾ ഈ ലിപ്പ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ മിസ്ലാ വാട്ടർ ഉപയോഗിക്കാതെ ഒരു ക്ലെൻസിങ് ബാമോ ക്ലെൻസിങ് ഓയിലോ ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പോൾ അക്വലോജിക്കയുടെ ഈ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസിങ് ബാമിനകത്ത് പപ്പായ ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. ആ ടെക്സ്ചർ കണ്ടില്ലേ, ഭയങ്കര സ്മൂത്താണ്. ഞാനിപ്പോൾ റൈറ്റ് നൗ എൻ്റെ ഫേസിൽ ഫൗണ്ടേഷൻ ഉണ്ട്, ഐലൈനർ ഉണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, ആൻഡ് അതെല്ലാം വാട്ടർ പ്രൂഫുമാണ്. ഞാനിവിടെ ജസ്റ്റ് എടുത്ത ബാം ക്വാണ്ടിറ്റി കണ്ടല്ലോ. ഇത് ജസ്റ്റ് കയ്യിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. അതിനുശേഷം മുഖത്തങ്ങ് മസാജ് ചെയ്ത് വിടുക. ഈ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്യും. അതാണ് ശരിക്കും ക്ലെൻസിങ് ബാം വർക്ക് ചെയ്യുന്ന രീതി. നമ്മൾ ഡബിൾ ക്ലെൻസിങ്ങിനാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലെൻസിങ് ബാമോ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ഓയിലോ ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ വാട്ടർ വെച്ചാണ് റിമൂവ് ചെയ്യുക. ശരിക്കും ഈ കണ്ണിൻ്റെ മേക്കപ്പ് ഒക്കെ എത്രയധികം ഭീകര ലുക്കാവുന്നു അത്രയും നല്ലത്. കാരണം അത്രയും നന്നായിട്ട് അത് മേക്കപ്പ് മെൽറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാനിത് പിന്നെ വെള്ളം വെച്ച് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇമിൾസിഫൈ ചെയ്യും. അതിനുശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച്, വെറ്റ് ക്ലോത്ത് വെച്ച് ഞാൻ പതുക്കെ വൈപ്പ് ചെയ്യും. വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാം എൻ്റെ മുഖത്തുള്ള ലേയേഴ്സ് ഓഫ് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക് എല്ലാം പോയി എൻ്റെ സ്കിൻ വീണ്ടും ക്ലിയർ ആയി. ആൻഡ് ഒട്ടും ഡ്രൈ ആക്കത്തില്ല. ഹൈഡ്രേറ്റിംഗ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കാതെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ, സപ്പിൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും അക്വലോജിക്കയുടെ വൺ ഓഫ് ദ ഹിറ്റ് പ്രോഡക്ട്സ് തന്നെയാണ്. കാരണം വാല്യൂ ഫോർ മണിയാണ്. ആൻഡ് നല്ല രീതിയിൽ മേക്കപ്പ് എല്ലാം റിമൂവും ചെയ്തു. ഐ എം വെരി വെരി ഇംപ്രസ്ഡ് വിത്ത് ദിസ് വൺ. ഇനി മേക്കപ്പ് ഒന്നും ഇടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ക്ലെൻസിങ്ങിന് വേണ്ടി ഉറപ്പായിട്ട് ഉപയോഗിക്കാം. വെരി അഫോർഡബിൾ. ഐ വിൽ റെക്കമെൻഡ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും ബ്രാൻഡ്സോ പ്രോഡക്ട്സോ ഒക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. ഐ വുഡ് ലവ് ടു നോ. പുതിയ ബ്രാൻഡ്സ് ഒക്കെ എന്നെ ട്രൈ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ യെസ്, വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.